വെറുതെ കേട്ട് മറക്കേണ്ടവരോ എഴുതി തള്ളേണ്ടവരോ അല്ല തങ്ങളെന്ന് തെളിയിച്ചാണ് കോങ്കോ ലോകകപ്പ് വേദിയിൽ നിന്ന് പടിയിറങ്ങുന്നത്. ഇംഗ്ലീഷ് സംഘത്തെ വെള്ളം കുടിപ്പിച്ച പ്രകടനം ഫുട്ബോൾ പ്രേമികൾക്ക് ഒരിക്കലും മറക്കാനാവില്ല. ഒരു നാടിൻ്റെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ പ്രതിരോധ കോട്ട കെട്ടി ആക്രമിച്ചു മുന്നേറി സർവ്വതും നൽകിയാണ് ആ സംഘത്തിൻ്റെ മടക്കം. ഇത് കോങ്കോയുടെ കഥയാണ്. 54 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം വിശ്വമാമാങ്ക വേദിയിൽ പന്ത് തട്ടാനെത്തിയ ടീം പോർച്ചുഗലിനെ സമനിലയിൽ തളച്ചു തുടക്കം. കൊളംബിയയോടേറ്റ തോൽവി, ഉസ്ബെക്കിസ്ഥാനെ തകർത്തുള്ള തിരിച്ചുവരവ്. നോക്കൌട്ടിൽ അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ നേരിട്ടത് ഫുട്ബോളിൻ്റെ അതികായരായ സാക്ഷാൽ ഇംഗ്ലണ്ടിനെ. 7-ാം മിനിറ്റിൽ ഇംഗ്ലണ്ടിനുമേൽ ആദ്യ പ്രഹരം. ഒരു നോക്കൌട്ട് മത്സരത്തിൽ ആദ്യ ഗോൾ നേടുന്ന റെക്കോർഡ് സ്വന്തമാക്കി. പിന്നെ കണ്ടത് തോൽക്കാൻ മനസ്സില്ലാത്ത 11 പേരുടെ പോരാട്ടമായിരുന്നു. ഇംഗ്ലണ്ട് മുന്നേറ്റങ്ങളെ പ്രതിരോധിച്ചു. ഗോൾ പോസ്റ്റിന് മുന്നിൽ കാവൽമാലാകയായി ലിയോണൽ എംപാസി. ഗോളെന്നുറപ്പിച്ച 4 നീക്കങ്ങൾക്കാണ് ഈ 31കാരൻ തടയിട്ടത്. തങ്ങളാലാകും വിധം എല്ലാം കൊടുത്തു പോരാടിയ നിമിഷങ്ങൾ. അന്തിമ വിസിൽ മുഴങ്ങിയപ്പോൾ ആ സ്വപ്നം പാതിവഴിയിൽ അവസാനിച്ചു. ഒന്നുറപ്പാണ്, ഫുട്ബോളിൻ്റെ ഭൂപടത്തിൽ തങ്ങൾക്കും സ്ഥാനമുണ്ടെന്നുറക്കെ പറഞ്ഞാണ് ഈ ആഫ്രിക്കക്കാർ മടങ്ങുന്നത്. കാത്തിരിക്കാം വീണ്ടും ഈ പോരാട്ട വീര്യത്തിന് സാക്ഷിയാകാൻ. അസ്ഹർ ബിൻ അസീസ്, വേൾഡ് കപ്പ് ഡെസ്ക്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.